ഓണനാളിൽ ഇന്ന് എനിക്കൊപ്പം അതിഥികളായി രണ്ട് സ്പെഷ്യൽ ഗസ്റ്റുകളാണുള്ളത്. എല്ലാ പ്രാവശ്യത്തെക്കാളും ഇപ്രാവശ്യം ഓണം ഗംഭീരമായിട്ട് കുറച്ച് പരിപാടി നമ്മളെ ആർട്ടിസ്റ്റുകളായ നമ്മളെ സംബന്ധിച്ച് പരിപാടി കിട്ടും വേണോ കൂടുതൽ ഓണം കളറാവുന്നു. ചെന്നപ്പോൾ എന്നെ കാണാതിരിക്കുന്നത് രണ്ടുപേർ ആരൊക്കെയെന്ന് പറഞ്ഞാൽ ഒന്ന് ശിവമുരളി, ഒന്ന് സുരാജ് വെഞ്ഞാറമൂടുവാണ്. അയ്യോ, അന്ന് മിമിക്രി വന്നതാ, ഇപ്പോൾ മിമിക്രി ആയിട്ട് മുമ്പോട്ട് വേറെ ഒരു പരിപാടിയില്ല. പിറ്റേ ദിവസം ബാഗ് എടുത്തുകൊണ്ട് ഇറങ്ങി മിമിക്രിക്ക് വന്ന് എന്റെ അത്തിപ്പാറ അമ്മച്ചി, ചില കേന്ദ്രമന്ത്രിമാർ പറയുന്നു കാടില്ലാത്തത് കൊണ്ടാണ് മഴ പെയ്യാത്തതെന്ന്. അപ്പൊ കറമിക്കടലിലെ മഴ പെയ്തതോ അതാ ചക്കപ്പൂഞ്ചോ. പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. സ്കൂൾ കട്ട് ചെയ്ത് ഡാൻസ് പഠിച്ചു പോയിട്ട് കളിച്ചത് ശരിയായില്ല. രണ്ട് കാരണം കൊണ്ട് വീട്ടിൽ കാളെ വിളിച്ച് അന്ന് അത് പൊളിഞ്ഞു. പിന്നെ എവിടെ തിരിഞ്ഞാലും ബംഗാളി എന്ന് മുക്കിന് ബംഗാളി, എവിടെ തിരിഞ്ഞാലും ബംഗാളി എന്ന് മുക്കിന് ബംഗാളി. നമസ്കാരം, പ്രിയ പ്രേക്ഷകർക്ക് സി മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. ഓണനാളിൽ ഇന്ന് എനിക്കൊപ്പം അതിഥികളായി രണ്ട് സ്പെഷ്യൽ ഗസ്റ്റുകളാണുള്ളത്. മറ്റാരുമല്ല, അത് ശിവമുരളിയും അനിൽ നായരുമാണ്. ശിവമുരളിയെ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ആളുകൾ കഴിഞ്ഞ കുറേ നാളുകളായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ല എന്നുള്ളതിൻ്റെ ഒരു സാഹചര്യം കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാത്തത്. എങ്ങനെയാണ് ഓണാഘോഷം, ഓണവുമായി ബന്ധപ്പെട്ടുള്ള പഴയ ഓർമ്മകൾ, അതിൽ നിന്ന് തുടങ്ങാം. 2 ദിവസം മുമ്പേ തുടങ്ങി ഓണം. ഉദ്ഘാടന പരിപാടികൾ, ക്ലബ്ബുകളുടെ പരിപാടി, അതുപോലെ ഈ അസോസിയേഷൻ, ഈ ഓഫീസിൻ്റെ ഒക്കെ ഓണപ്പരിപാടികൾ നിൽക്കാൻ സമയമില്ല. ആ രീതിയിലാണ് എല്ലാ പ്രാവശ്യത്തെക്കാളും ഇപ്രാവശ്യം ഓണം ഗംഭീരമായിട്ട് കുറച്ച് പരിപാടി നമ്മളെ ആർട്ടിസ്റ്റുകളായ നമ്മളെ സംബന്ധിച്ച് പരിപാടി കിട്ടും വേണോ കൂടുതൽ ഓണം കളറാവണം. അങ്ങനെ നല്ല ഒരുപാട് പരിപാടിയൊക്കെ ഈ വർഷം ഉണ്ട്. അനിലിൻ്റെ വിശേഷങ്ങൾ? എനിക്ക് ഈ ഓണം എന്ന് പറഞ്ഞാൽ ഓർമ്മ വരുന്നത്, ഈ ഒരു ഓണ സീസണിലാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നത്. അതായത് ഒരു യാദൃച്ഛികമായിട്ടാണ്. ഒരു 29-30 വർഷത്തോളാവും. ഞാൻ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ ബസ് കയറാൻ വേണ്ടി വീട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോഴൊരാൾ വന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുകയാണ്, എന്തെങ്കിലും സമിതിയിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും കലാഫീൽഡിൽ വർക്ക് ചെയ്യും. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ നാടകത്തിലും ചെറുതായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്, അല്ലാതെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താണ്? അത് മിമിക്സാണ്, അതിൽ മോഹൻലാലിൻ്റെ ഫിഗർ ചെയ്യണം. പിന്നെ ഞാൻ പറഞ്ഞ് നോക്കാം, ശ്രമിക്കാം. ആദ്യം തന്നെ കിട്ടിയത് ലാലേട്ടൻ. ലാലേട്ടൻ സത്യം ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ പറഞ്ഞ് 2 പേർക്കൊന്ന് കാണണം, സംവിധായകനും എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററിനും ഒന്ന് കാണണം, നാളെ ഒന്ന് വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞു. ഇപ്പോൾ രാജേഷ് രാമപുരം എന്നാണ് പുള്ളിയുടെ പേര്. അപ്പം താന്നിമൂട്, അതായത് ബാലരാമൻ താന്നിമൂട് ചെല്ലണമെന്ന് പറഞ്ഞു. ചെന്നപ്പോൾ എന്നെ കാണാതിരിക്കുന്നത് 2 പേർ ആരൊക്കെയെന്ന് പറഞ്ഞാൽ ഒന്ന് ശിവമുരളി, ഒന്ന് സുരാജ് വെഞ്ഞാറമൂടുവാണ്. അയ്യോ, ഇവരെ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ ഇവരാണ് എന്നെ മീശയൊക്കെ വരച്ച് മോഹൻലാലിൻ്റെ രൂപത്തിലൊക്കെ ആക്കി ഫിഗർ ചെയ്ത് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അതൊരു ഓണ സീസണായിരുന്നു. ആ ഓണ സീസൺ തൊട്ട് ഇന്ന് വരെ പ്രോഗ്രാം ഒരു കുറവും വന്നിട്ടില്ല. ഒരിടത്തും പരാജയം. കോവിഡ് കാലത്തായിരിക്കും അല്ലേ ഒരു ബുദ്ധിമുട്ട്? ഒരു കോവിഡ് കാലത്തായിരിക്കും ഇടയ്ക്ക്. കോവിഡ് സമയത്ത് മാത്രം വന്നതാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ സുരാജായിട്ട് നമ്മൾ 10-12 വർഷത്തോളം അല്ലേ ഒരുമിച്ച് തന്നെ ട്രൂപ്പിൽ വർക്ക്. പിന്നെ സുരാജ് സിനിമയിലോട്ട് നമ്മൾ അന്നത്തെ സമയത്തൊക്കെ മിമിക്സ് ട്രൂപ്പിൽ ഫിഗർ ഒരു വെറൈറ്റി ആയിരുന്നു. ഫിഗർ ഷോ മമ്മൂട്ടി മോഹൻലാൽ കാണിക്കുന്നത്, അങ്ങനെ ആൾക്കാരെ കിട്ടാനില്ല. അപ്പോൾ അതിന് മിമിക്രിയിൽ കഴിവൊന്നും വേണ്ട, ഫിഗർ ഏകദേശം ഒത്തു വന്നാൽ മതി. അപ്പം അന്ന് ട്രൂപ്പിൽ ഉണ്ടായിരുന്ന ഒരു പയ്യൻ പെട്ടെന്ന് കൊച്ചിൻ കലാഹോല് ചാൻസ് കിട്ടിയപ്പോൾ അങ്ങ് പോയി. അങ്ങനെ നടന്ന് നമ്മളെ പ്രൊഡ്യൂസർ നടന്ന് നോക്കിയപ്പോഴാണ് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ ഇവിടെ ലോഡ്ജിൻ്റെ മാനേജറായിരുന്നു, ജോലിക്ക് പോയിട്ട് വീട്ടിൽ പോയിട്ട് നിന്നതാണ്. അന്ന് മിമിക്രി വന്നതാ, ഇപ്പോൾ മിമിക്രി ആയിട്ട് മുമ്പോട്ട് ഒരു പരിപാടിയില്ല. പിറ്റേ ദിവസം ബാഗ് എടുത്തുകൊണ്ട് ഇറങ്ങി മിമിക്രിക്ക് വന്ന് ഇപ്പോഴും ഉണ്ട് ആശ. ശിവമുരളി ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് ജഗദീഷ് കുമാരേട്ടനെയും ജനാർദ്ദൻ ചേട്ടനെയും ഒക്കെ ആയിരിക്കും. അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഞാൻ മിമിക്രി തുടങ്ങിയ സമയത്ത് അന്നും ഈ പറഞ്ഞ പോലെ ഫിഗറിന് മുമ്പേ ഈ സിനിമാ താരങ്ങളുടെ ശബ്ദം അനുകരിക്കുന്ന മിമിക്രി ആർട്ടിസ്റ്റാണ്. അന്ന് ലൈവ് സ്കിറ്റൊന്നും കളിക്കണ്ട, സ്റ്റേജിൽ വന്നൊരു 10 സ്റ്റാർ ചെയ്താൽ അവൻ സൂപ്പർ സ്റ്റാറാണ്. അങ്ങനെ അന്ന് മിമിക്രി പഠിച്ചു തുടങ്ങിയപ്പോൾ പഠിച്ച ആദ്യത്തെ ഒരു 2-3 സൗണ്ടാണ് ജഗദീഷ് ശ്രീകുമാർ സാറ്, അതുപോലെ മാമുക്കോയ ജനാർദ്ദൻ സാറിൻ്റെയൊക്കെ സൗണ്ട്. അപ്പോൾ അന്ന് ഭയങ്കര കൈഡിയാണ്. കോളേജ് പഠിക്കുമ്പോഴേ ഈ മിമിക്രി എന്ന് പറഞ്ഞ് സ്റ്റാർ ചെയ്യുമ്പോൾ പിന്നെ ഒരു വിലയാണ്. എവിടെ വെച്ച് കണ്ടാലും ഭയങ്കര കാര്യവും ഭയങ്കര കമ്പനിയാണ്.
അപ്പോൾ പിന്നീട് ഞാൻ പുതിയ സ്റ്റാറുകളൊന്നും അനുകരിക്കാൻ ശ്രമിച്ചിട്ടില്ല. കാരണം നമ്മൾ പിന്നെ ഈ ട്രൂപ്പായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ കൂടുതൽ ടഫുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ലൈവ് സ്കിറ്റ് ചെയ്യാനാണ്. നമ്മുടെ ചാനൽ ചെയ്യുന്ന പോലെയല്ല, സ്റ്റേജ് പരിപാടി ആകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ലൈവായിട്ട് ചെയ്ത് പഠിച്ചു വെച്ച സ്കിറ്റ് ചിലപ്പോൾ കൂടുതൽ ചെയ്യേണ്ടി വരും, കുറയ്ക്കേണ്ടി വരും. അപ്പോൾ അത് ലൈവ് കുറച്ച് പാടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി കൂടുതൽ ലൈവ് സ്കിറ്റിലോട്ട് കിടന്നപ്പോൾ കുറച്ച് സ്റ്റാറൊക്കെ പറയുന്നതിലോട്ട് ബാക്കിലോട്ട് മാറി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും ആ പഴയ ആ 3 സ്റ്റാർ മാത്രമേ ശൈലി ചെയ്യുന്നുള്ളൂ ചില സമയത്ത് ചെല്ലുമ്പോൾ. അപ്പോൾ നമ്മുടെ മലയാളം ന്യൂസിലെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആ 3 ശബ്ദം അനുകരിക്കാം. ആദ്യമായിട്ട് മൺമറഞ്ഞു പോയ കോഴിക്കോട് ബഹുമാന താരം ശ്രീ മാമുക്കോയ. പറ്റൂല ബാലകൃഷ്ണ കൊച്ചു കള്ളം നായിന്റെ മോനെ, അന്നെ തല്ലാനോ കൊല്ലാനോ അല്ല ബാലകൃഷ്ണ, അന്നുള്ള സ്നേഹം കൊണ്ടാണ് മോനെ നമ്മളീ പറഞ്ഞത്. അന്റെ കാര്യം അത് നമ്മളേറ്റ്, അന്റെ ഉമ്മാന്റെ കാര്യം അഥവാ എൻ്റെ വാപ്പേറ്റ്. യു ബ്ലഡി ബ്യൂട്ടിഫുൾ, യുവർ മദർ ഇസ് ബ്ലഡി ബ്യൂട്ടിഫുൾ. വാലിക്കും സലാം. താങ്ക് യു. കൊള്ളാം, അടിപൊളിയായിട്ട്. മറ്റൊരു താരം മലയാള സിനിമയിലെ മുടിചൂട കോമഡിയുടെ രാജാവ് ശ്രീ ജഗദീഷ് ശ്രീകുമാർ സാർ. അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനെല്ലാം നന്മകൾ നേർന്നുകൊണ്ട് ശ്രീ ജഗദീഷ് ശ്രീകുമാർ. എന്റെ അത്തിപ്പാറ അമ്മച്ചി, ചില കേന്ദ്രമന്ത്രിമാർ പറയുന്നു കാടില്ലാത്തത് കൊണ്ടാണ് മഴ പെയ്യാത്തതെന്ന്. അപ്പൊ അറബിക്കടലിൽ മഴ പെയ്തതോ അതാ ചക്കപ്പൂഞ്ചോ. ഇതാരോടെ ക്രിക്കറ്റ് കളി? ഒരുത്തോ ബോളോടെ തെറിയുന്നു, മറ്റവൻ അടിച്ചു കളയുന്നു. അടിച്ചു കളയിലാണെങ്കിൽ പിന്നെ എന്തിനിടെ പുല്ല് കളിക്കണ്? എന്റെ ആറ്റുവാല അമ്മച്ചി. ജനാർദ്ദനൻ സാർ. ഓഹോ, പിടികിട്ടി. നീ തങ്കപ്പനല്ലടാ, പൊന്നപ്പൻ. എടാ ഗൽദു, അവന്റെ കാല് തല്ലി ഒടിക്കടാ. ഓ എൻ്റെ അല്ല, അവന്റെ. നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു പാട്ട് പാടാം, കൈയടിച്ചോ. സോനാരേ സോന നിലാവ് തെളിഞ്ഞില്ലേ, ചൊരകത്തെ നിറയ്ക്കാൻ പോരൂ. ഓ സോനാരേ സോന നിലാവ് തെളിഞ്ഞില്ലേ, സ്വപ്നങ്ങൾ പങ്കുവെക്കാൻ പോരൂ. ഓ ചെറ്റ. നന്നായിട്ടുണ്ട്. അപ്പോൾ പഴയ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഉത്സവ പറമ്പുകളിലും അല്ലെങ്കിൽ ഈ സിനിമാ സാംസ്കാരിക വേദികളുമായി ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കുന്ന ക്ലബ്ബുകൾ, ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകളിലും ഒക്കെ ആണല്ലോ നമുക്ക് ഈ ഏറ്റവും കൂടുതലായി അവസരം ലഭിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ അതൊക്കെ മാറി ഒരു പരിധിവരെയും വലിയ സ്റ്റേജ് ഷോകളിലേക്കും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രോഗ്രാമുകളിലേക്കൊക്കെ ആയി. അപ്പോൾ അതും തമ്മിലുള്ള ഒരു മാറ്റത്തെ എങ്ങനെയാണ്? വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഞാൻ മിമിക്സിലോട്ട് വരാൻ കാര്യം എന്നറിയോ, ഞാൻ സ്കൂൾ കാലഘട്ടത്ത് ഞാനൊരു കോളനിയിൽ ജനിച്ച് വളർന്ന ഒരു സാധാരണ ഫാമിലിപ്പെട്ട ഒരാളാണ്. എല്ലാം നമ്മുടെ സ്കൂളിൽ ഏറ്റവും ബാക്ക് ബെഞ്ചിലായിരിക്കുന്നത്. നമ്മളങ്ങനെയാണല്ലോ, കുറച്ച് നമ്മൾ ടീമായിട്ട് നമ്മൾ ഏറ്റവും ബാക്ക് ബെഞ്ചിലാണ്, കുറച്ച് പഠിക്കുന്ന നമ്മളൊരു മുമ്പിലിരുത്തും. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ മുൻ സീറ്റിൽ പ്രകാശ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു ആത്മസുഹൃത്തുണ്ടായിരുന്നു. പിന്നീടാണ് ആത്മസുഹൃത്തായത്. പുള്ളി നന്നായിട്ട് പാടും. അപ്പോൾ സ്കൂളിൽ രാവിലെ പ്രെയർ പുള്ളിയാണ്, വൈകുന്നേരം ജനഗണമനയൊക്കെ പാടുന്ന പുള്ളിയാണ്. നന്നായിട്ട് പഠിക്കുകയും ചെയ്യും. ടീച്ചറിന് ഭയങ്കര കാര്യമാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ടീച്ചർ അവനെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്, ഉച്ചയ്ക്ക് ടീച്ചർ കൊണ്ടുവരുന്ന ആഹാരങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുപോലെയൊക്കെ കഴിവുണ്ടെങ്കിൽ നമുക്ക് ടീച്ചർ ബാക്കിയുള്ളവർക്ക് കുറച്ചും കൂടെ ശ്രദ്ധിക്കാം. അന്ന് 5-ലും 6 പഠിക്കുന്ന സമയത്ത് ശാസ്ത്രമംഗലം ആർക്കേഡിയൻ സ്കൂളിലാണ് ഞാൻ 5 തൊട്ട് 10 വരെ പഠിച്ചത്. പത്മിനി ടീച്ചർ എന്ന ടീച്ചറായിരുന്നു എൻ്റെ ക്ലാസ് ടീച്ചർ. അപ്പോൾ ടീച്ചറിനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പാട്ടൊക്കെ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കി. നമുക്ക് അന്നൊന്നും പാട്ട് പഠിപ്പിക്കുന്ന വീട്ടിലങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആരുമില്ല, കലാപരമായിട്ട് കഴിവുള്ള അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആരുമില്ല. അപ്പോൾ നമുക്കിങ്ങനെ അച്ഛന് പണ്ടൊരു സിലോൺ റേഡിയോ ഉണ്ട്, വാലുവുള്ള റേഡിയോ. ഇത് ഡെയിലി അച്ഛൻ രാവിലെ ഒരു 4-4:30 ആകുമ്പോൾ വയ്ക്കും. അന്ന് രാവിലെ 4:30 തൊട്ട് 6:30 വരെ തമിഴ് പാട്ടുകൾ കേൾക്കും. അപ്പോൾ എൻ്റെ ആപ്പാടെയുള്ള ഒരു പിടിവള്ളി അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഇഷ്ടപ്പെടാൻ ഈ പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ടാണ് എനിക്ക് അതിലോട്ട് താല്പര്യം വന്നത്. പക്ഷേ ഞാൻ ഈ സ്കൂളിലെ കാര്യം പറഞ്ഞതുപോലെ പാട്ട് വെറുതെ പാടി നോക്കി ശ്രമിച്ചു, പക്ഷേ നടന്നില്ല. അപ്പോൾ ഞാൻ മനസ്സിലായി നമുക്ക് കഴിവുള്ളവർക്ക് പറ്റിയ കാര്യമാണ്, നമുക്ക് ആ പാട്ട് അതിലോട്ട് പോകേണ്ടതെന്ന് മനസ്സിലായി. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് ടീച്ചറിനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ഈ റോഡിൽ കൂടെ പോകുമ്പോൾ കാണുന്ന ചെടിയും ഇതൊക്കെ പറിച്ചുകൊണ്ട് കൊടുക്കുക. ആന്തൂറിയം അവിടെ നിന്നെങ്കിലൊക്കെ ഒപ്പിച്ച് ടീച്ചറിന് ഈ ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിലൊന്നും വീണില്ല ടീച്ചർ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ പ്രകാശിൻ്റെ മുകളിൽ കയറണമല്ല. അന്ന് ആ സമയത്തൊക്കെ ഈ സിനിമാറ്റിക് ഡാൻസ് തരംഗം നമ്മളെ കേരളത്തിലൊക്കെ അലയടിച്ച് വരുന്ന സമയം. അതെ. അപ്പോൾ അങ്ങനെ നമ്മുടെ വീടിൻ്റെ താഴെ ഒരു അണ്ണൻ ഇതുപോലെ ഡാൻസ് ട്രൂപ്പ് തുടങ്ങി. അങ്ങനെ സ്കൂളൊക്കെ കട്ട് ചെയ്ത് അതിലൊന്ന് പിടിച്ചു നോക്കാമെന്ന് വിചാരിച്ച് ഡാൻസ്.
ഡാൻസൊക്കെ പഠിച്ച് സ്കൂളിൽ കളിച്ച് സ്കൂളിൽ നിന്ന് ഒരാഴ്ച പുറത്താക്കി. കാരണം ഒന്ന് സ്കൂൾ കട്ട് ചെയ്ത് ആണ് ഡാൻസ് പഠിച്ചത്. പിന്നെ സ്കൂൾ കട്ട് ചെയ്ത് ഡാൻസ് പഠിച്ചു പോയിട്ട് കളിച്ചത് ശരിയായില്ല. 2 കാരണം കൊണ്ട് വീട്ടിൽ നിന്ന് കാളെ വിളിച്ച് അന്ന് അത് പൊളിഞ്ഞ്. പിന്നെ ഒരു ഐഡിയ ഇല്ല എങ്ങനെ നമുക്ക് എന്തായാലും ടീച്ചറിൻ്റെ ഇമ്പ്രസ് ചെയ്യണം, നമുക്ക് ഈ പ്രകാശനെ പോലെ ഒരു ആളായിട്ട് മുമ്പിൽ വന്ന് ഇരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. ആ സമയത്താണ് നമ്മൾ ഈ തിരുവനന്തപുരത്ത് ഓവർബ്രിഡ്ജ് ഫുട്പാത്തിലൊക്കെ നമുക്ക് അന്ന് ഈ ഓഡിയോ കാസറ്റ് 10 രൂപ 15 രൂപയ്ക്ക് ഓഡിയോ കാസറ്റ് കിട്ടും, കോമഡി കാസറ്റുകൾ. ദേമാവിലെ കൊമ്പത്ത് അന്നിറങ്ങുന്ന അബീക്ക നാർഷികയുടെ കാസറ്റുകൾ കിട്ടും. അങ്ങനെ ഞാൻ പിന്നെ ഇതിനിടയ്ക്ക് ഈ പ്രകാശോട്ട് ഭയങ്കര കമ്പനിയായി. പ്രകാശൻ്റെ വീട്ടിൽ പോവും, പ്രകാശൻ്റെ വീട്ടിൽ ചെന്നിട്ട് അവൻ്റെ വീട്ടിൽ ചെന്ന് അവർ റേഷനും മണ്ണൊക്കെ വാങ്ങിച്ചു കൊടുക്കും. പിന്നെ ഇവൻ്റെ കൂടെ ഭയങ്കര കമ്പനിയാണ്. അങ്ങനെ അവൻ്റെ അമ്മ എൻ്റെ കൂടെ അവനെ വിടുള്ളൂ. അങ്ങനെ ഇവനായിട്ട് നല്ല കമ്പനിയായി. അപ്പോൾ ഇവൻ്റെ വീട്ടിൽ വലിയ സീഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അന്നൊക്കെ ഒരു പാട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ്റെ വീട്ടിലാണ് നമ്മൾ പോയി കേൾക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ പോയി അങ്ങനെ എനിക്ക് തോന്നിയാണ് മിമിക്രി ഒന്ന് പിടിച്ചു നോക്കാം. അന്ന് തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് 3 മൂട്ടകളെന്ന് പറഞ്ഞിട്ട് ഒരു ട്രൂപ്പ് ഉണ്ടായിരുന്നു. 3 ജൂനിയർ ആരംഭുടൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അതൊക്കെ കാണാൻ പോകും. നടന്നൊക്കെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് കൊണ്ടുപോയി കാണാൻ കൊണ്ടുപോകും. അപ്പോൾ അതിൽ നിന്നൊക്കെ മിമിക്രി ഇഷ്ടപ്പെട്ടപ്പോൾ ഇങ്ങനെ ഫുട്പാത്തിൽ നിന്ന് കാസറ്റൊക്കെ വാങ്ങിച്ചത് കൊണ്ടുവന്ന് എല്ലാം കോപ്പിയാണ്. അന്നൊക്കെ ഈ അവരുടെ സ്കിറ്റൊക്കെയാണ് ഇറങ്ങുന്നത് ഈ കാസറ്റിൽ. എല്ലാം എഴുതിയെടുത്ത് ഈ പ്രകാശനെയും കൂടുതൽ എല്ലാവരെയും പഠിപ്പിക്കും. അങ്ങനെ ഞാൻ പയറ്റി സ്കൂളിൽ മിമിക്രി ചെയ്ത് അത് വിജയിച്ച് ടീച്ചറിനൊക്കെ ഭയങ്കര കാര്യമായി. പിന്നെ നമ്മൾ അന്ന് ഈ ഓരോ സ്ഥലത്തും അന്നൊക്കെ മിമിക്രി തുടങ്ങി വരുന്നതാണ്. അന്നൊക്കെ എത്ര പേര് മിമിക്രി തിരുവനന്തപുരത്തുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാനൊരു ടീം ഉണ്ടാക്കിയിട്ട് ഇത്രയും പേര് മിമിക്രിയൊക്കെ പഠിപ്പിച്ചിട്ട് എല്ലാ അമ്പലങ്ങളും ക്ലബ്ബിലൊക്കെ പോയി ചോദിക്കും, ചാൻസ് ചോദിക്കും. ഇവിടെ വൈലിക്കട കൊലശേരം ഒരു അമ്പലത്തിൽ വൈലിക്കട നമ്മുടെ മരുതും കൊഴിയുന്നു കാഞ്ഞനം പറയുന്നു. ഞാനും നമ്മൾ ടീമായിട്ട് ഇവിടെ നടന്ന് വൈലിക്കട പോയി. അവിടെ ഒരു അമ്പലത്തിൽ ഉത്സവം, പന്തളമ്പാൻ്റെ ഗാനമേള. അപ്പോൾ നമ്മൾ ചെന്ന് വെച്ചിട്ട് 10 മണിക്ക് 12 കാരണം നമ്മൾ നേരത്തെ ചെന്ന് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കിട്ടും. എന്നാൽ നമുക്ക് മ്യൂസിക് പരിപാടി ചെയ്യാൻ പറ്റും. ചോദിച്ചു നോക്കാം. അങ്ങനെ നമ്മൾ ടീമായിട്ട് അമ്പലത്തിൽ ചെന്നപ്പോഴത്തേക്കും കമ്മിറ്റിക്കാർ ഓട്ടിച്ചു. നിങ്ങൾ എന്തോ ചെയ്യാനായിട്ട് മിമിക്രി ചെയ്യുന്ന നമുക്ക് അറിയില്ലല്ലോ. 12 ഗാനങ്ങൾ തുടങ്ങുള്ള വന്നു കഴിഞ്ഞാൽ ജനം ഭയങ്കര ജനമായിരുന്നു. അങ്ങനെ നമ്മൾ വളരെ നിരാശയായിട്ട് നമ്മൾ എന്താ പിന്നെ പോടാന്ന് പറഞ്ഞാൽ തിരിച്ച് പോകാൻ സമയത്താണ് ഏതോ കമ്മിറ്റിക്കാർ ആരോ പറഞ്ഞ് 12 താമസിച്ചേ വരുള്ളൂ എന്നുള്ള ചേട്ടൻ, താമസിച്ചേ വരുള്ളൂ. ആ പയ്യന്മാരെ ഒന്ന് ചോദിച്ചാൽ പയ്യന്മാരുണ്ട് വിളി, അരമണിക്കൂർ അവരെ കൊണ്ട് വെടിയിക്കുന്ന സമയത്ത് പുള്ളി വരും എന്ന് പറയും. നമുക്ക് ഇതിലിപ്പോൾ ഒരു സന്തോഷമുണ്ട്. ഒരു ചാൻസ് കിട്ടി. നമ്മളെല്ലാവരും കൂടി സ്റ്റേജിൽ കയറി മൈക്കെല്ലാം പറക്കി എല്ലാം റെഡിയാക്കി വെച്ച് മ്യൂസിക് അടിക്കാൻ പോയതും 12 വണ്ടി വന്നു നിന്നു. അപ്പത്തന്നെ തൂക്കിയെടുത്ത് വെളിയിറങ്ങി നമ്മളെ 12 വന്ന് പരിപാടി. അങ്ങനെ ഒരുപാട് അവസരങ്ങളും ചാൻസൊക്കെ ചോദിച്ചാണ് നമ്മൾ മിമിക്രിയിൽ വന്നത്. എത്രയോ സ്ഥലത്ത് പോയിട്ട് ചാൻസ് കിട്ടാതെ വന്നിട്ടുണ്ട്. പിന്നെ പൈസ ഇല്ലാതെ നടന്ന് വെള്ളം കുടിച്ചൊക്കെ പോയി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം നേരത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അങ്ങനത്തെ ഒരു വലിയ പ്രയാസമൊന്നും ആർക്കുമില്ല. കാരണം ഇഷ്ടംപോലെ ചാനലുണ്ട്. കഴിവുണ്ടെങ്കിൽ നമുക്ക് ചാനലിൽ അത് പ്രദർശിപ്പിക്കാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. ഇന്ന് ഒരു ചെയ്ത സംഭവം വൈറലായ നാളെ സൂപ്പർ സ്റ്റാറാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാർ നമുക്ക് അറിയാമല്ലോ. അപ്പോൾ അതൊരു പഴയ കാലഘട്ടവും ഇതുമായിട്ട് വളരെ വ്യത്യാസമുണ്ട്. കാലം മാറുന്നതനുസരിച്ചിട്ട് അപ്ഡേഷൻ ആവുന്ന പോലെ അതെ അങ്ങനെ ഒരു വ്യത്യാസം ഇപ്പോഴുണ്ട്. ശരിക്കും പഴയ എൻ്റെ കാലഘട്ടത്തുണ്ടായിരുന്ന കലാകാരന്മാർ അനുഭവിച്ച ബുദ്ധിമുട്ട് ഒരു വിഷമമൊന്നും നമ്മളിപ്പോൾ വരുന്ന ആർക്കും ഇല്ല. അവരനുഭവിച്ച് കാണത്തില്ല. കോളേജിലൊക്കെ പഠിക്കുന്ന ഡിഗ്രി പഠിക്കുമ്പോൾ എൻ്റെ അമ്മ 6 വീട്ടിലാണ് ജോലിക്ക് പോയിട്ട് ആഹാരം കൊണ്ട് എനിക്ക് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കോളേജ് കൊണ്ട് തരുന്നത്. എന്നാൽ ആ കോളേജിൽ ഏറ്റവും നല്ല രീതിയിലുള്ള വലിയ ഭക്ഷണം കഴിക്കുന്നത് ഞാനാണ്. എന്ന് വെച്ചാൽ 6 വീട്ടിലെ ഏറ്റവും വലിയ ഭക്ഷണം ഞാൻ കഴിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ വളരെ ബുദ്ധിമുട്ട് വന്നതാണ്. അച്ഛനൊരു അറ്റാക്കൊക്കെ വന്ന് ഓപ്പറേഷനൊക്കെ ആയിട്ട് ഹോസ്പിറ്റലായ സമയത്താണ് ഞാൻ ഡിഗ്രി തീരുന്ന സമയത്ത് നേരെ പ്രൊഫഷണലായിട്ട്, അന്ന് മിമിക്രി ഉണ്ട്, പ്രൊഫഷണലായിട്ട് ട്രൂപ്പിലോട്ട് വരുന്നത്. ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും സഹിച്ചിട്ടുണ്ട് ഈ ഇവിടം വരെ എത്താനായിട്ട്. പിന്നെ നമ്മൾ അന്നോട്ടേ പ്രയത്നിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം സിനിമയാണല്ലോ. അപ്പോൾ നടനായിക്കോട്ടെ, ഗാനമേളയായിക്കോട്ടെ, പാട്ടുപാടുന്നതായിക്കോട്ടെ, മിമിക്രിക്കാർക്ക് എല്ലാം ഏറ്റവും അവസാനത്തെ ആഗ്രഹം സിനിമയാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ കുറച്ച് സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു, കുറച്ച് പടങ്ങൾ ചെയ്തു. അവിടം വരെ എത്താനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. കോമഡി മുതൽ തിരക്കഥാകൃത്ത് വരെ. അതെ അല്ലേ. തിരക്കഥ എഴുതിയിട്ടുണ്ട്. മാർട്ടിൻ എന്ന് പറഞ്ഞ സിനിമ, ബെന്നി പി തോമസ് സാറിൻ്റെ. അത് ഉടൻ തന്നെ റിലീസാവും. അതിൻ്റെ ബാക്കിയെല്ലാം പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുകയാണ്. അല്ലാണ്ട് എൻ്റെ വിശേഷങ്ങളിലേക്ക് വന്നാൽ എൻ്റെ വിശേഷം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ശിവമുരളി ഇപ്പോൾ പറഞ്ഞതുപോലെ ശിവമുരളി അനുഭവിച്ചിട്ട് അത്ര ബുദ്ധിമുട്ടൊന്നും ഞാൻ ഈ ഫീൽഡിൽ അനുഭവിച്ചിട്ടില്ല. കാരണം ഞാൻ ഇവരെ കൂടെ ഞാൻ പറയുമ്പോഴത്തേക്ക് ഇവർ മിമിക്രിയിലെ മുടിച്ചൂടാൻ മന്നന്മാരാണ്. ഇപ്പോൾ എന്നെ സഹായിക്കാനും എല്ലാം ശിവമുരളി ഉണ്ട്. ട്രൂപ്പിൽ ഞാൻ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ തമ്മിലാണ് ഏറ്റവും കൂടുതൽ കമ്പനി, ഞാനും ശിവമുരളിയും സുരാജ്. അപ്പം എനിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരാനും ഇന്നതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞു തരാനെല്ലാം ഇവരുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും എനിക്ക് അനുഭവിച്ചു. പിന്നെ ഇമിറ്റേഷൻ ചെയ്യുന്നത്
ഇമിറ്റേഷൻ സത്യം പറഞ്ഞാൽ ഇവരൊക്കെ ഇമിറ്റേഷൻ്റെ ആൾക്കാരാണ്. അപ്പം ഇവരൊക്കെ അത് ട്രൂപ്പിൽ ചെയ്യുന്നതുകൊണ്ട് ഞാൻ പിന്നെ അതിന് വേണ്ടി ഫിഗറാണ് ചെയ്യുന്നത്. മോഹൻലാൽ, മുരളീധരൻ, ഇന്ദിരാഗാന്ധി, മുരളീധരൻ, മൻസൂർ അലിഖാൻ ഫിഗർ. കാരണം നേരത്തെ പറഞ്ഞതുപോലെ അന്ന് ഫിഗർ ഷോയാണ്. ഒരു പോസ്റ്റർ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ കമ്മിറ്റിക്കാർ പ്രോഗ്രാം ബുക്ക് ചെയ്യുന്നത് അതിലെ ഫിഗറുകൾ കണ്ടിട്ടാണ്. മോഹൻലാലൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ഫോട്ടോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ കമ്മിറ്റി ഇത് ബുക്ക് ചെയ്താന്ന് പറയും. അപ്പോൾ ഞാൻ ഈ ഫിഗറിലോട്ട് അങ്ങോട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ഞാൻ ഇപ്പോഴും ഫിഗർ ഷോ ചെയ്യുന്നത്. അന്ന് ഞാൻ ആടുതോമ, ലാലേട്ടൻ്റെ ആടുതോമ ചെയ്തിരുന്നു. ഇന്ന് അങ്കിൾ മണി ചെയ്യുന്നു. വണ്ണം കൂടി ഫിഗർ വിട്ടില്ല, വണ്ണം കൂടി അങ്കിൾ മണി കയറി പിടിച്ച് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട് ഞാനും ശിവമുരളീധരനും. പക്ഷേ ഇത് ഇന്ന് വരെയും എനിക്കതിൽ ഒരു പരാജയം സംഭവിച്ചിട്ടില്ല. ഇതുവരെയും ഞങ്ങൾ തമ്മിൽ മാറി വേറെ സെപ്പറേറ്റ് ട്രൂപ്പിലോട്ട് മാറി നിന്നിട്ടില്ല. ഇപ്പോഴും ഇന്നും ഞങ്ങൾ ഒരുമിച്ച് പോരാൻ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വരുന്നത്. നിർമ്മലയുടെയും സ്കൈലാർക്കിൻ്റെയും വിശേഷങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവയ്ക്കും. നിർമ്മല വേറെ സമിതിയാണ്. സ്കൈലാർക്ക് ആദ്യം തുടങ്ങുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഇവിടെ വെങ്ങാനുള്ള ഒരു പുള്ളി ഒരു CSI ചർച്ചിലെ അവിടുത്തെ ഒരു മെമ്പർ കൂടിയാണ്. പുള്ളിയുടെ അവിടുത്തെ ആ ചർച്ചിലെ ഒരു പരിപാടി ഞാൻ പോയി ഡയറക്റ്റ് ചെയ്ത് കൊടുത്തു. അവിടെയുള്ള പിള്ളേരെ വെച്ച് ഡയറക്റ്റ് ചെയ്ത് കൊടുത്തു. അതങ്ങ് ഭയങ്കര വിജയമായിട്ട് മാറി. അപ്പോഴാണ് പുള്ളിക്കൊരാഗ്രഹം അവരുടെ പേരിലൊരു ട്രൂപ്പ് തുടങ്ങിയ എങ്ങനെ ഇരിക്കുന്നതോ പറഞ്ഞിട്ട് പുള്ളി സ്റ്റാർട്ട് ചെയ്തതാണ് സ്കൈലാർക്ക് എന്ന് പറഞ്ഞ ട്രൂപ്പ്. അത് ഒരു വർഷം ഞാൻ വേറെ നല്ല ആർട്ടിസ്റ്റുകളൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വളരെ ഗംഭീരമായിട്ട് പരിപാടി കളിച്ചു. അത് കഴിഞ്ഞപ്പോൾ പിറ്റേ വർഷം അന്ന് ആ സമയത്തൊക്കെ നമ്മൾ സുരാനോടെ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് സുരാനൊക്കെ ഒരുപാട് സിനിമയായിട്ട് ഭയങ്കര തിരക്കായി. പല വേദികളിലും സുരാൻ എത്താൻ പറ്റാത്ത സിറ്റുവേഷനായി. അത്രയും നല്ല തിരക്കുള്ള ഒരവസ്ഥയിലോട്ട് സുരാജ് പോയി. ആ സമയത്ത് പിന്നീട് ഈ പിറ്റേ വർഷം നമ്മൾ കളിച്ചുകൊണ്ടിരുന്ന ട്രൂപ്പ് മുമ്പോട്ട് പോകുന്നുള്ള സിറ്റുവേഷൻ വന്നപ്പോൾ ഈ മറ്റേ സാറ് പറഞ്ഞതനുസരിച്ചിട്ട് നമ്മൾ ഒരു ടീമായിട്ട് എല്ലാവരും കൂടി ഈ ട്രൂപ്പിലോട്ട് വരികയാണ്. പിന്നെ പുള്ളി ട്രൂപ്പ് എല്ലാം മൊത്തം എന്നെ അങ്ങ് ഏൽപ്പിച്ച് മുരളീനെ നടത്തിക്കോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്നെ ഏൽപ്പിച്ച്. വിളിക്കാറൊക്കെ ഉണ്ടോ? കാണാറൊക്കെ ഉണ്ടോ? വിളിക്കും. കഴിഞ്ഞ ആഴ്ച ഞാനും അനിയും കൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു കഥ പറയാൻ വേണ്ടിയിട്ട് വേറൊരാൾക്ക് വേണ്ടിയിട്ട് ഒരു കഥ പറയാൻ വേണ്ടിയിട്ട് പഴയകാല ഓർമ്മകളൊക്കെ ഓർത്തെടുക്കുമ്പോൾ ഭയങ്കര സന്തോഷം. വിളിച്ചപ്പോഴും അല്ലെങ്കിൽ കഥ കഥ കേട്ടതല്ല, പുള്ളി പഴയ കാര്യങ്ങളാണ് ഡയറക്റ്റ് വന്നിരുന്നപ്പോൾ നമ്മളെ പഴയ കാര്യങ്ങൾ നമ്മൾ അവിടെ അങ്ങനെ ഇരുന്നപ്പോൾ ഇങ്ങനെ ആ പ്രോഗ്രാം ചെയ്തപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ വേറെ വലിയ പൊസിഷനിൽ നിൽക്കുമ്പോഴേ അവർക്ക് നമ്മളെ പഴയ കാര്യങ്ങൾ മിക്സിൽ നടന്ന രസകരമായിട്ടുള്ള സംഭവങ്ങൾ അത് സ്നേഹബന്ധം കൂടിയല്ലേ. അതെ. അതെല്ലായിടത്തും അങ്ങനെയാണ് സുരാജ്. എല്ലായിടത്തും വലിയ കാര്യമാണ്. പഴയ കൂടെ കളിച്ചിട്ട് നല്ല ആർട്ടിസ്റ്റുകളെയും ചേർത്ത് പിടിക്കുന്ന ഒരു നല്ലൊരു വ്യക്തിയാണ്. ഈ ഏറ്റവും കൂടുതൽ ഈ ഉത്സവ സമയങ്ങളിലാണോ കൂടുതൽ പ്രോഗ്രാമുകൾ കിട്ടുന്നത്? അത് ഏത് കാലത്താണ്? ഈ ഉത്സവ കമ്മിറ്റിക്കാർ സ്ഥിരമായി വിളിച്ചുകൊണ്ടിരുന്ന ഒരു കാലം, അത് ഇപ്പോഴും അങ്ങനെ നമ്മുടെ നാടകത്തിൻ്റെ ആയിരുന്നാലും മിമിക്സിൻ്റെ ആയിരുന്ന ഉത്സവ കാലഘട്ടം എന്ന് പറയുന്നത് സാധാരണ ഒരു ജൂൺ ജൂലൈയിലൊക്കെയാണ് ഇതിൻ്റെയൊക്കെ നമ്മൾ സാധാരണ ഈ ക്യാമ്പ് തുടങ്ങുന്നത്. പുതിയ ആർട്ടിസ്റ്റുകളെ സെറ്റ് ചെയ്യുക, ഷോ കാർഡ് ഇറക്കുക, ഓഫീസ് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുക, അതിൻ്റെ ക്യാമ്പ് ഒരു 10 ദിവസം ഇട്ട് സെറ്റ് എടുക്കുക. നാടകമായിരുന്നാലും മിമിക്സ് ആയിരുന്നാലും. പിന്നെ ഈ ഓഗസ്റ്റ് റിപ്പബ്ലിക് ഡേ ഇല്ലേ, ആ സമയത്താണ് ഈ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഉദ്ഘാടന പരിപാടികൾ കളിക്കും. അത് ഈ ഉദ്ഘാടന കളി കളിച്ച് അതിന് അഭിപ്രായം അറിഞ്ഞിട്ട് ഒരു സെപ്റ്റംബർ ഓണ സമയത്ത് ഒരു 10-15-20 പരിപാടിയോളം കിട്ടും. കുറച്ച് കിട്ടുന്ന സമയമുണ്ട്, കൂടുതൽ കിട്ടുന്ന സമയമുണ്ട്. ആ ഒരു അഭിപ്രായമാണ് പിന്നെ സീസണിൽ പരിപാടി ആ സമിതിക്ക് കയറുന്നത്. പിന്നെ ഒക്ടോബർ ആകുമ്പം പൂജ ഒപ്പ്, വിജയദശമിയൊക്കെ ആകുമ്പം അങ്ങനെ കുറച്ച് പ്രോഗ്രാം കിട്ടും. പിന്നെ നവംബറിൽ അൺസീസണാണ്, ഉത്സവ പരിപാടി വലുതായിട്ടുണ്ടാവില്ല. പിന്നെ ഒരു മകരവിളക്ക് ഡിസംബർ തുടങ്ങിക്കഴിഞ്ഞാൽ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് വരെ ഒരു സീസൺ അങ്ങ് ത്രൂ ആയിട്ട് പോകും. കോമഡി സ്റ്റാർസിലൂടെയാണ് തോന്നുന്നത് അല്ലേ രണ്ടുപേരും കൂടുതൽ അങ്ങ് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങി റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നത്? അതെ. ഞാൻ നമ്മളെ ഈ പറ്റിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, തരികിട, സൂര്യ ടിവിയിലുണ്ട്. തരികിട പരിപാടി വരുന്നതിന് മുമ്പ് ഞാൻ ദൂരദർശൻ DD4 ആ പരിപാടി ചെയ്തു. അന്ന് അതിൻ്റെ പേര് പ്രശ്നം ഗുരുതരം ശേഷം കാഴ്ചൽ എന്നായിരുന്നു. അതുകൊണ്ട് ചെന്ന് പറഞ്ഞാൽ ദൂരദർശൻ ആയതുകൊണ്ട് അവർ ആ പേരെടുത്ത് കളയാൻ പറഞ്ഞു. അങ്ങനെ ആ പേര് കുസൃതി കൊടുക്കാനായിരുന്നു. അതൊരു 1000-500 എപ്പിസോഡ് പോയ എപ്പിസോഡായിരുന്നു. വെച്ചാൽ നമ്മളെ ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടി. പക്ഷെ അതിന് ഒരുപാട് നിയമങ്ങളും നിബന്ധനകളും ഉണ്ടായിരുന്നു. സർക്കാരിൻ്റെ ചാനലിലൂടെ ആയതുകൊണ്ട് കടയുടെ പരസ്യം വരാൻ പാടില്ല, അങ്ങനെയൊക്കെ വന്നു. ഒരു 1000-500 എപ്പിസോഡ് അത് പോയി. അതിന് ശേഷമാണ് തരികിട പരിപാടിയൊക്കെ വരുന്നത്. അപ്പോൾ ഓണനാളാണ്. അപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടി എന്ത് ഓണപ്പാട്ടാണ് രണ്ടുപേരും പ്ലാൻ ചെയ്ത് ഡെഡിക്കേറ്റ് ചെയ്ത്? ഓണപ്പാട്ട് നമ്മളൊരു ചെറിയൊരു പാടിപ്പാട്ട്, വേറൊരു പാട്ട് പാടാം. നമ്മൾ ഓണമല്ല, ഇനി 5-6 കൊല്ലം കഴിയുമ്പോൾ കേരളം മിക്കവാറും ബംഗാളോട്ടൊക്കെ മാറേണ്ട അവസ്ഥ വരും. കാരണം അതെ, ചിലപ്പോൾ അടുത്ത വർഷമൊക്കെ ഇവിടെ നമുക്ക് പോലെ ഇരിക്കുന്നെങ്കിൽ ബംഗാളി നമുക്ക് ആർട്ടിസ്റ്റ് ആയിരിക്കും. ഇപ്പം ട്രൂപ്പിലെല്ലാം ഉണ്ട് സെറ്റ് വർക്കർ, ഈ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റായിട്ടൊക്കെ ഒരുപാട് ബംഗാളി വർക്ക് ചെയ്ത സമിതിയുണ്ട്, എനിക്കറിയാം. എന്ന് പറഞ്ഞ പോലെ
മിക്കവാറും നമ്മൾ പക്ഷെ അവരുടെ കുറ്റമല്ല, അവർ പണിക്ക് വരുന്നു, അതിഥികളെ നമ്മൾ അതിദേവ ഹോ കാണുന്ന പോലെ കാണുന്നു. പക്ഷേ ഇത് നമ്മുടെ ഒരു സുഹൃത്ത് പാടിയ പാട്ടാണ് ഒരു ചാനലിൽ. അപ്പോൾ നമ്മുടെ സി മലയാളം ന്യൂസിലെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഈ ബംഗാളികൾ കേരളത്തിൽ വരാനുള്ള കാരണം മലയാളികളാണെന്ന് പറയുന്ന കുറച്ച് വരികൾ വരുന്ന ഒരു 4-5 വരി പാടാം. പാരഡി ഗാനങ്ങൾ സ്ഥിരം പാടുന്നുണ്ടോ ഇപ്പോൾ? പാരഡി ഗാനം വേറെ ഒരുപാട് നമ്മൾ ഈ കോമഡി സ്റ്റേജ് ഷോയിലൊക്കെ എഴുതി പാടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടി രസമായിരിക്കും. എല്ലാ മേഖലയിലും ഇപ്പോൾ അവരുണ്ടല്ലോ. ഉണ്ട്. ഇവിടെ നോക്കിയാലും ബംഗാളികളുണ്ട്. നമ്മളൊരിക്കൽ ഒരു സ്റ്റേജ് ഷോയിൽ ഈ പാട്ട് ശിവമുരളി പാടിയപ്പോൾ ഫ്രണ്ടിൽ ബംഗാളി ഭയങ്കര ചിരിയായിരുന്നു. ബംഗാളികൾക്ക് ഇപ്പോൾ നല്ലപോലെ മലയാളം അറിയാം. നമ്മളെക്കാളും നന്നായിട്ട് അറിയാം. ചിലർ നമുക്ക് തിരിച്ചറിയാൻ പോലും പറ്റില്ല മലയാളിയാണോ ബംഗാളിയാണെന്ന്. അവർ ഭയങ്കര ചിരിയായിരുന്നു. പാട്ടിലേക്ക് എവിടെ തിരിഞ്ഞാലും ബംഗാളി എന്ന് മുക്കിന് ബംഗാളി, എവിടെ തിരിഞ്ഞാലും ബംഗാളി എന്ന് മുക്കിന് ബംഗാളി. ബംഗാളി എങ്ങനെ തിങ്ങി നിറയാൻ കാരണം നമ്മൾ മലയാളി. ബംഗാളി എങ്ങനെ തിങ്ങി നിറയാൻ കാരണം നമ്മൾ മലയാളി. പെട്രോൾ പമ്പിൽ ബംഗാളി ഇപ്പൊ പെട്ടിക്കടയിൽ ബംഗാളി. പെട്രോൾ പമ്പിൽ ബംഗാളി ഇപ്പൊ പെട്ടിക്കടയിൽ ബംഗാളി. തട്ടുകടയിൽ ബംഗാളി പുട്ടുകടയിൽ ബംഗാളി. തട്ടുകടയിൽ ബംഗാളി പുട്ടുകടയിൽ ബംഗാളി. എവിടെ തിരിഞ്ഞാലും ബംഗാളി ഇപ്പൊ മുക്കിന് ബംഗാളി. ബംഗാളി ഇങ്ങനെ തിങ്ങി നിറയാൻ കാരണം നമ്മൾ മലയാളി. ഹാർബറിലുണ്ടല്ലോ ബംഗാളി ഇപ്പോൾ ബാർബറിലേറെയും ബംഗാളി. ഹാർബറിലുണ്ടല്ലോ ബംഗാളി ഇപ്പോൾ ബാർബറിലേറെയും ബംഗാളി. തെങ്ങുമ്മക്കാരാണ് ബംഗാളി ഇവിടെ തെണ്ടി നടക്കണ മലയാളി. തെങ്ങുമ്മക്കാരാണ് ബംഗാളി ഇവിടെ തെണ്ടി നടക്കണ മലയാളി. എവിടെ തിരിഞ്ഞാലും ബംഗാളി ഇപ്പൊ മുക്കിന് ബംഗാളി. ബംഗാളി ഇങ്ങനെ തിങ്ങി നിറയാൻ കാരണം നമ്മൾ മലയാളി. കാരണം നമ്മൾ മലയാളി. കാരണം നമ്മൾ മലയാളി. ലാലേട്ടനാണ് മാസ്റ്റർ പീസ് ആണല്ലേ? ലാലേട്ടനായിട്ട് നേരിട്ട് നല്ല കമ്പനി. ലാലേട്ടനെ നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടോ? ഞാൻ സുരാജിനോടൊപ്പം ഉണ്ടായിരുന്നു കുറേ നാള്. അങ്ങനെ രസതന്ത്രം ലാലേട്ടന് മുമ്പിൽ ചെയ്യാൻ അവസരം ചെയ്തിട്ടുണ്ട്. സുരാജേട്ടൻ ചെയ്യിപ്പിച്ചാണോ? സുരാജ് ചെയ്യിപ്പിച്ചു. രസതന്ത്രം സിനിമയുടെ ലൊക്കേഷൻ അന്നാണ് ലാലേട്ടനെ ആദ്യം ഒരു പരിചയപ്പെടുന്നത്. അവിടെ ചെന്നിട്ട് ലാലേട്ടൻ മുമ്പ് കൊണ്ട് സുരാജ് പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ സുഹൃത്ത് അനിലാണ്, ശിവമുരളിയാണ്. അപ്പോൾ ലാലേട്ടൻ ജീവിതം എന്ത് ചെയ്യുന്നു? അപ്പം ലാലേട്ടൻ്റെ കൂടെ ഞാൻ പറയാണ്, ഞാൻ മോഹൻലാൽ, മുരളീധരൻ. ഇന്ന് ലാലേട്ടൻ്റെ കൂടെ പെട്ടെന്ന് ഓർമ്മിക്കാതെ, സാധാരണ ഒരാൾ ചോദിക്കില്ല എന്തൊക്കെയാണ് ചെയ്യുന്നത് മോഹൻലാൽ എന്ന് പറയാം. അതുപോലെ ലാലേട്ടൻ്റെ കൂടെ ഞാൻ പറയാണ് മോഹൻലാൽ. അപ്പോൾ ലാലേട്ടൻ തന്നെ ചട്ടിക്കണേ. ലാലേട്ടൻ ഭയങ്കര ചിരിയായിരുന്നു. ചെയ്ത് കാണിച്ചു പുള്ളിയുടെ മുമ്പ്. എന്ത് പറഞ്ഞു? ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അല്ല, വലിയ വലിയ നടന്മാരൊക്കെ മിമിക്രിക്കാരൊക്കെ നല്ല പ്രൊമോട്ട് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരാണ്. എത്രയോ പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ പ്രോഗ്രാംസ് ഒക്കെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? അതോ ഞാൻ ഇപ്പോൾ ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ട് 4-5 വർഷമായിട്ട് മേഖലയിൽ കൂടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഒരു 6 സിനിമ കിട്ടി. അപ്പോൾ അതിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാരണം ഈ കഴിഞ്ഞ വർഷവും ഈ വർഷവും എൻ്റെ പ്രൊഫഷണൽ സമിതി ഇറക്കിയില്ല. അപ്പോൾ നമുക്ക് ആ ഒഴിവുള്ള ദിവസം വരുമ്പോൾ അത് നോക്കിയിട്ട് ട്രൂപ്പിൻ്റെ പേരിൽ വലിയ മെഗാഷോ ആയിട്ട് പരിപാടി ബുക്ക് ചെയ്യും. പണ്ടത്തെ പോലെ ട്രൂപ്പ് നമുക്ക് ഇപ്പോൾ ഇറങ്ങണമെങ്കിൽ ഒരു മാസമൊക്കെ ക്യാമ്പ് ഇട്ട് റിഹേഴ്സൽ ചെയ്ത് ഒരുപാട് വലിയ പൈസ മുടക്കി ഇറക്കാൻ പറ്റുള്ളൂ. അതിനുള്ള വലിയ സാമ്പത്തികം നമ്മുടെ ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ കിട്ടുന്ന പരിപാടി മെഗാഷോ ആയിട്ട് സമയമുള്ളപ്പോൾ കളിക്കും. അല്ലെങ്കിൽ നമ്മൾ ക്ലബ്ബ്, സ്കൂള്, അതിൻ്റെയൊക്കെ ഇനാഗുറേഷന് 1 മാൻ ഷോ, സ്റ്റാൻഡപ്പ് കോമഡിനായിട്ടൊക്കെ ചിലപ്പോൾ അനിയക്കൂടി സ്പോട്ട് ഡബിങ് ചെയ്യുന്നുണ്ട്. മാമുക്കോയ് സാറിൻ്റെ ഇതൊക്കെ സിനിമകൾ എടുത്തിട്ട് സ്പോട്ട് ഡബിങ് ചെയ്യും. ഈ നാടൻ പാട്ട് പാടും. പിന്നെ നമ്മൾ ഓഡിയൻസിനെ അവിടെ ഇളക്കും നമ്മൾ. അങ്ങനെ വേറെ കുറെ നമ്പറുകളൊക്കെ കാണിക്കുമല്ലേ? അതെ, ഓഡിയൻസിനെ കൂടി നമ്മളെ കൂടെ വിളിച്ചിട്ട് അവരെ കൊണ്ട് നമ്മൾ സ്കിറ്റ് ചെയ്യിപ്പിക്കും. അവരെ കളിപ്പിക്കും. നമ്മൾ പാട്ടുപാടി ജീവിതയാത്രകൾ പറഞ്ഞു. അപ്പോൾ ഫാമിലിയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുമോ? വീട്ടിലെ അമ്മ, പിന്നെ സഹോദരി, അളിയൻ, അവരെ കൊച്ച്, മോൻ. അല്ലാണ്ട് വീട്ടിൽ വൈഫ്, 2 കുട്ടികൾ. മോള് +2, മോൻ 9. അമ്മയുണ്ടായിരുന്നപ്പോൾ മരിച്ചിട്ട് ഇപ്പം 1 വർഷം കഴിഞ്ഞേ ഉള്ളൂ. പിന്നെ ചേച്ചിയുണ്ട്, സഹോദരിയുണ്ട്, വേറെ താമസിക്കുന്നു. ഞങ്ങൾ വീട്ടിൽ ഇപ്പം ഞാനും വൈഫും 2 കുട്ടികളും. അവർ വീട്ടിൽ നിന്നൊക്കെ ഭയങ്കര സപ്പോർട്ടാണോ? സപ്പോർട്ടാണ്. എന്നെ ഞാൻ ഈ മിമിക്സിലോട്ട് വന്നപ്പോൾ തന്നെ ഈ സ്കൂളിലൊക്കെ എല്ലാ ടീച്ചർമാർക്ക് ഭയങ്കര കാര്യമായി, കൂട്ടുകാർക്ക് എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്. അന്നോട്ടെ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു.
ശരിക്കും അവരുടെ സപ്പോർട്ട് വീട്ടുകാരുടെ സപ്പോർട്ടാണ് അല്ലേ വലിയ അനുഗ്രഹമായിട്ട് ഈ കലാരംഗത്തോട്ട് വരാൻ തന്നെ ഭയങ്കര പ്രചോദനം. ഇനിയും കല്യാണത്തിൻ്റെ തലേ ദിവസവും ഈ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആണല്ലേ? അന്നും ഉണ്ടായിരുന്നു പ്രോഗ്രാം. അന്ന് പിന്നെ കല്യാണം ആയതുകൊണ്ട് പ്രോഗ്രാം ക്യാൻസൽ ചെയ്തു അവർ. അതിൻ്റെ 2 ദിവസം മുമ്പ് വരെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ കല്യാണത്തിൻ്റെ അന്ന് നീ പരിപാടിക്ക് വരും. നമ്മളിപ്പോൾ എന്തായിരുന്നു കളിയാക്കി. പക്ഷേ ഇവർ നേരത്തെ ക്യാൻസൽ ചെയ്തു, എൻ്റെ അടുത്ത് പറഞ്ഞില്ല. പിന്നെ നമ്മളെ പ്രാവെന്ന് വെച്ചിട്ട് 2 ദിവസം മുമ്പ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് സമാധാനമായിട്ടിരി, പ്രോഗ്രാം ഇല്ല. ഈ കൂട്ടുകാരുടെയൊക്കെ മുന്നിൽ ഇങ്ങനെയൊക്കെയുള്ള നമ്പറുകളൊക്കെ കാണിക്കാറുണ്ടോ? അത്യാവശ്യം കാണിക്കും പിടിച്ചു നിൽക്കാൻ വേണ്ടി. പുതിയ പുതിയ സംഗതികൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്താറുണ്ടോ? ഉണ്ടോ. പിന്നെ നമ്മളത് പുതിയ പുതിയ കൺസെപ്റ്റുകളൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കും. സ്റ്റേജിലൊക്കെ ഈ പറഞ്ഞ സ്പോട്ട് ഡബ്ബിൽ തന്നെ ഇംഗ്ലീഷ് സിനിമയുടെ ട്രയലർ ഇട്ടിട്ട് അത് മലയാളം കൺവേർട്ട് ചെയ്ത് ഡബ് ചെയ്ത് അങ്ങനെയുള്ള കുറേ ജുറാസിക് പാർക്ക് അങ്ങനെയൊക്കെയുള്ള സംഗതികളൊക്കെ കാണിക്കും അല്ലേ? അപ്പം അത് പ്രേക്ഷകർക്ക് എനിക്ക് തോന്നുന്നത് വലിയ ഇഷ്ടമായിരിക്കും അല്ലേ? നമ്മൾ പണ്ട് ട്രെൻഡ് മാറുന്നതനുസരിച്ചിട്ട് നമ്മൾ മിമിക്രിക്കാരും നമ്മളെ ഐറ്റങ്ങളൊക്കെ മാറ്റിയാലേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുള്ളൂ. ഒരു 10-20 വർഷം മുമ്പ് അല്ലെങ്കിൽ 15 വർഷം മുമ്പുള്ള അതുപോലെയുള്ള അല്ല. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് വരുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളെ കാണുന്നില്ലേ? അപ്പോൾ അവർ പുതിയ ഇപ്പോൾ നമ്മൾ ബീറ്റ് ബോക്സ് ഭയങ്കര തരംഗമാണ്. ബീറ്റ് ബോക്സ് ഒക്കെ വായിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള പിള്ളേർക്ക് എത്ര പെട്ടെന്ന് രക്ഷപ്പെടുന്നു. കൂടുതൽ ട്രിപ്പൊക്കെ പോകുന്നവരെ. അപ്പം അങ്ങനെയുള്ള പുതുമയായിട്ടുള്ള സാധനങ്ങൾ ചെയ്യുന്നവർക്ക് കയറി വരാം. സ്കൂൾ കോളേജ് കാലഘട്ടത്തിൽ നാടകത്തിലൊക്കെ സജീവമായി നാടകം എഴുതിയിട്ടുണ്ട്. നമ്മൾ ഈ മിമിക്രിയുടെ കൂടെ തന്നെ ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിലാണ് ഡിഗ്രി പഠനം പൂർത്തിയാക്കിയത്. സ്കൂളിൽ തന്നെ ഒരു ടീം ഉണ്ടായിരുന്നു. മിമിക്രി ടീമിൻ്റെ കൂടെ തന്നെ നാടക ടീമും ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ നാടകങ്ങൾ ഒരു പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു 10-15 നാടകങ്ങൾ ഞാൻ 3 വർഷത്തിനിടയ്ക്ക് എഴുതി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടെ അത് എൻ്റെ കഴിവല്ല, എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു നല്ല എഴുത്തുകാരും സംവിധായകരൊക്കെ ഉണ്ട്. അവരെ കൂടെ ഒരു വർഷമൊക്കെ നടന്ന് പഠിച്ച് ഞാൻ പിന്നെ സ്വന്തമായിട്ട് ഈ സ്കൂൾ കോളേജ് കാലഘട്ടത്തിൽ അവതരിപ്പിച്ച നാടകങ്ങളുടെ ഒരു പിൻബലം, ഒരു ശക്തിയായിരിക്കും അല്ലേ പിന്നീട് ഈ സ്കിറ്റിലേക്ക് സജീവമായി ഉറപ്പായിട്ടും. അതുകൊണ്ട് കൂടുതൽ നമ്മൾ ലൈവ് സ്കിറ്റ് കളിക്കാനായിട്ട് നമുക്കൊരു ഈ ഒരു പ്രചോദനം ഉണ്ടായത്. അതിൻ്റെ ഒരു നമ്മളിപ്പോൾ മിമിക്രിക്കാരനാണ്. ചിലർ പറയും മിമിക്രി എന്നൊക്കെ നമ്മൾ സിനിമയായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മിമിക്രിയെക്കുറിച്ച് പറയൂല. പിന്നെ നാടകത്തിലായിരുന്നു ഞാൻ, അവിടെ പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ ഒരു ആർട്ടിസ്റ്റായിട്ട് വരുമ്പോൾ അത്യാവശ്യം ഈ അഭിനയത്തിൻ്റെ ഒരു അത്യാവശ്യം ചില അറിവുകളൊക്കെ നാടകത്തിൽ നിന്ന് കിട്ടും. ഞാൻ നമ്മുടെ പ്രൊഫഷണൽ നാടകങ്ങൾ മിക്കവാറും എല്ലാ ശൈലിയും പോയി കാണുന്ന ഒരു വ്യക്തിയാണ്. കാരണം എനിക്ക് നാടകം ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ നമ്മൾക്ക് കുറേ അഡോപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ചില സിനിമകളിലൊക്കെ അഭിനയിക്കാൻ പോകുമ്പോൾ ചിലരുടെ അഭിനയങ്ങൾ, അവരുടെയൊക്കെ ചില മാനസികങ്ങളൊക്കെ നമ്മളെ സ്വാധീനിക്കും. മിമിക്രി കലാകാരെ നല്ല രീതിയിൽ വേണ്ട വിധത്തിൽ സമൂഹം അംഗീകരിക്കുന്നു എന്നുള്ളൊരു അഭിപ്രായം തന്നെയാണോ ഉള്ളത്? പിന്നെ മിമിക്രിക്കാർക്കല്ല ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത്. നാടകക്കാർക്ക് ഇല്ല എന്നല്ല, എന്നാൽ നാടകത്തിലുള്ള എത്രയോ വലിയ ജീനിയസ് ആയിട്ടുള്ള കലാകാരന്മാരെക്കാളും കൂടുതൽ ആൾക്കാർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന മിമിക്രിക്കാരെയാണ്. ചിരിക്കാനുള്ള ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം. അത് നാടകക്കാരെ കുറ്റപ്പെടുത്തി പറഞ്ഞല്ല കേട്ടോ. ഞാൻ ഒരുപാട് കഴിവുള്ള, നമ്മളെക്കാരും കഴിവുള്ള 100% മുകളിൽ നിൽക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. പക്ഷേ അവരെ വേണ്ട വിധത്തിൽ പരിഗണിക്കുന്നില്ല ആരും. ഒരുപാട് മിമിക്രി ആർട്ടിസ്റ്റുകളൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ. പിന്നെ ഒരു 2 ആഴ്ച വന്ന് നല്ല എപ്പിസോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരുടെ മനസ്സിൽ കയറി കഴിഞ്ഞാൽ പിന്നെ മായത്തില്ല. റിയാലിറ്റി ഷോസിലൊക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഏറ്റവും മുൻനിര താരങ്ങൾക്കൊപ്പം അവർ ജഡ്ജസായിരിക്കുന്ന പാനലിൽ തന്നെ ഓരോരോ സ്കിറ്റും ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ സ്പോട്ട് കൊറിയോഗ്രഫി ആണെങ്കിലും സ്പോട്ട് ഡബിങ് ഒക്കെ ആണെങ്കിലും നന്നായി ചെയ്യാൻ കഴിയുമ്പോൾ കിട്ടുന്ന ഒരു അനുഭവം അതങ്ങനെയാണ് കാണുന്നത്. അതെ, നമ്മൾ ഈ റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞാൽ ടെൻഷൻ പിടിച്ച പരിപാടിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളവിടെ റീടേക്ക് കോമഡി ഷോസിലൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു അന്ന് ഈ റിമി ചേച്ചിയും ജഗദീഷ് ചേട്ടനും ഒക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ. അതെ, സീസൺ ഫസ്റ്റിലും ഉണ്ടായിരുന്നു, സീസൺ 2 ഉണ്ടായിരുന്നു. സുരാജ് ഗസ്റ്റായിട്ട് ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ നമ്മൾ പരിപാടി ചെയ്തിട്ടുണ്ടോ. ഭയങ്കര ടഫാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുറത്തെടുക്കണം. നമ്മൾ ഒറ്റ ടാക്കല്ലേ, തെറ്റിക്കഴിഞ്ഞാൽ അത് നമുക്കത് മാർക്കിൽ കുറയും. നമ്മുടെ ടീമിനകത്ത് കൂടുതൽ സ്കിറ്റ് എഴുതുന്ന ഞാനാണ്. ഞാൻ ടീമിൻ്റെ ക്യാപ്റ്റനായതുകൊണ്ട് എനിക്ക് ടീമിൻ്റെ സബ്ജക്റ്റ് തരും. അപ്പോൾ തന്നെ ഞാൻ ഇരുന്നിട്ട് നമ്മുടെ കൂടെ ഉള്ളത് 3 പേരെയും വിളിച്ചിട്ട് ചർച്ച ചെയ്തിട്ടൊരു സബ്ജക്റ്റ് നമ്മൾ സ്റ്റോറി ഫിക്സ് ചെയ്യും. അത് ഗ്രൂപ്പേഴ്സിനെ വിളിച്ച് കേൾപ്പിച്ചാൽ പിന്നെ ഇതിൻ്റെ ചർച്ചകളും കാര്യങ്ങളും നമ്മൾ കൂടി ഇതിനെക്കുറിച്ച് ഡെവലപ്പ് ചെയ്ത് നമ്മൾ നോക്കും. ഈ സ്കിറ്റ് നമ്മൾ ടി വിയിൽ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഓഡിയൻസിന് ഇഷ്ടപ്പെടുമെന്ന് നോക്കും. ഇപ്പോൾ ചിലപ്പോൾ തരുന്ന സർക്കാരും ജനങ്ങളും എന്നായിരിക്കും, ചിലപ്പോൾ അസൂയ, അഹംഭാവം, അങ്ങനെ ഓരോ സബ്ജക്റ്റ് തരും. ഈ സബ്ജക്റ്റിനാണ് നമ്മൾ സ്കിറ്റ് ചെയ്ത് ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ പിന്നെ വേറെ ചാനൽ ചെയ്ത് ഐറ്റം എടുത്തുകൊണ്ട് കൂടെ കളിക്കുക, ക്ലൈമാക്സ് മാത്രം മാറ്റിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് സബ്ജക്റ്റ് തരും. അവിടെ നമ്മൾ ഗ്രൂമേഴ്സിനെ കാണിച്ച് അവരതിനെ ക്ലിയർ ചെയ്തിട്ടാണ് ലാസ്റ്റ് ഫൈനലിൽ നമ്മൾ വേദിയിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അത് തെറ്റാൻ പാടില്ല. അതൊരു ഭയങ്കര ടാസ്ക്കാണ്. അത് നമ്മുടെ പാട്ടും വർത്തമാനവും
ഓണവിശേഷങ്ങളും ഒക്കെയായി ഈ അരമണിക്കൂർ നമ്മുടെ പ്രേക്ഷകർക്കൊപ്പം ചേർന്ന പ്രിയപ്പെട്ട ശിവമുരളിക്കും ഒപ്പം അല്ലേട്ടനും നിങ്ങളുടെ ഫാമിലിക്കും നമ്മുടെ എൻ്റെയർ സിയുടെ പേരിൽ ഓണാശംസകൾ ഒന്നുകൂടി നേരുകയാണ്. സ്നേഹം നിറഞ്ഞ നന്ദി. മലയാള ന്യൂസിൻ്റെയും പ്രേക്ഷകരുടെ എല്ലാ സപ്പോർട്ട് എന്നെപ്പോലുള്ള എല്ലാ മിമിക്രി എല്ലാം കലാമേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകണം. എല്ലാവർക്കും എല്ലാ നന്മകളും എല്ലാ നല്ല ഓണാശംസകളും നേരുകയാണ്. താങ്ക് യു.